ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹോമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ ഞങ്ങളുടെ ഏരിയയിൽ ഈ തരത്തിലാണ് ഞണ്ട് കറി വെക്കാറ്. ഞണ്ട് റോസ്റ്റൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നത് വറുത്തരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരുപാട് രുചിയുമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഞണ്ടിൻ്റെ കുറുങ്ങ എന്ന് പറയും ഇവിടെ. അതിൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ അടത്തിയെടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അതിങ്ങ് അടന്നു പോരും. അതൊക്കെ അടത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ തോടൊക്കെ പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അറിയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. മീനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ കുറച്ച് ഷോർട്ട്സൊക്കെ എൻ്റെ അടുത്ത് വിട്ടുപോയി. നമ്മളിപ്പം ചിരവി എടുത്ത തേങ്ങ, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, പിന്നെ കുറച്ച് മല്ലി, പച്ചമല്ലി, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ നന്നായി കളറ് മാറിയതിന് ശേഷം ഏകദേശം നല്ല ബ്രൗൺ കളർ ആവാനതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തതാണത്. പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് അതിനകത്ത് ചട്ടി വെച്ചു. അതിനകത്തേക്ക് നമ്മുടെ ഞണ്ടൊക്കെ ഇട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞിടുക. അതിന് ശേഷം പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടുക. പിന്നെ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇടാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് തക്കാളി സ്റ്റോക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തക്കാളി ഇട്ടിട്ടില്ല. പക്ഷേ ആക്ച്വലി നമ്മളൊരു തക്കാളി കൂടെ അതിനകത്ത് ഇടണം, എങ്കിലേ ഒരു ചെറിയൊരു പുളിയൊക്കെ കിട്ടുള്ളൂ. വറുത്തരച്ച കറിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പം നമ്മൾ അതെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷമാണ് പിന്നെ അതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും പിന്നെന്താ ഒരു തക്കാളിയും കൂടെ ഇതും കൂടി ഇടണം കേട്ടോ. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തേങ്ങ വറക്കുന്നതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും മീനകത്ത് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ആവശ്യത്തിന് ഞണ്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളത് ഗ്യാസ് ഓൺ ചെയ്ത് അത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് പറയാൻ വിട്ടുപോയി. ഉപ്പും കൂടെ അതിനൊക്കെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ടിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ വേവൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. അതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വറുത്ത തേങ്ങ കൊണ്ടുപോയി നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഞണ്ടിനകത്തേക്ക് ആ അരച്ച തേങ്ങ അരച്ച് വറുത്തെടുത്ത തേങ്ങ കൊണ്ടുപോയി അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ തേങ്ങ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എരിവൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് നമ്മൾ തേങ്ങ വറുക്കുന്നതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിൻ്റെ കുറവ് എന്തായാലും വരില്ല. കാരണം കുരുമുളകിന് ആവശ്യത്തിനുള്ള എരിവുണ്ട്. അതുകൂടാതെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അല്പം മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എരിവൊക്കെ എന്തായാലും കറക്റ്റായിരിക്കും. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും ഒരുപാട് ടേസ്റ്റിയാണ്. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് പാല് വെള്ളം വരുന്നത്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറിയായിരിക്കും. പക്ഷേ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. പല ജില്ലകളിലും പല ടൈപ്പിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് തന്നെ ഈ ഒരു തരത്തിൽ ഒരുപാട് തരത്തിലുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. എന്നിട്ട് അത് നന്നായിട്ട് അപ്പം നമ്മുടെ ഞണ്ട് കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി ആവശ്യത്തിനുള്ളതായിട്ട് വരണം.
ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതിനനുസരിച്ച് ആക്കിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഇത് വേണേൽ വറ്റിച്ച് നല്ല ഒരു റോസ്റ്റ് പരുവത്തിലാക്കാം. ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കറിവേപ്പിലയ്ക്കൊന്നും ക്ഷാമമില്ല, ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ടേസ്റ്റ് കൂടാനായിട്ട് നമുക്കൊരു സാധനം കൂടെ ചേർക്കാം. ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്പം എന്ന് പറയുമ്പം അത്യാവശ്യം 1 സ്പൂൺ അളവിലൊക്കെ, 1 സ്പൂൺ 1.5 സ്പൂൺ അളവിലൊക്കെ നമുക്ക് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് വെള്ളം, ഇനിയിപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ചാറ് കുറവാണ്, അപ്പോൾ ഇച്ചിരി കൂടെ ചാറ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ചോയ്സാണ്. വെള്ളം വേണോ ചാറായിട്ട് വേണോ അത് കുറുകി വേണോ, ഒരുപാട് വറ്റിച്ച് ഇത് ഏതുണ്ടല്ലോ, ഇത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ഇന്നുണ്ടാക്കിയിട്ട് നാളെ അത് കഴിക്കണം, എങ്കിലാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുക. പിന്നെ എല്ലാവരും ഞണ്ട് കഴിക്കുമൊന്നുമില്ല, ഞണ്ട് കഴിക്കാത്തവരും ധാരാളം ഉണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഞണ്ട് കഴിക്കും കേട്ടോ. അപ്പം അവിടെ ഞങ്ങളുടെ നണ്ട് കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പം തന്നെ എന്ത് ഭംഗിയല്ലേ. ഇത് മാത്രം മതി നമുക്ക് ചോറിന്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഞണ്ട് കറി ആയതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് താളിച്ചിടണം. എണ്ണ ഒഴിക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ കടുകിടുന്നു. കടുകിട്ടതിന് ശേഷം ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ ചെറുതായിട്ടരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ ആവശ്യമുള്ള 2-3 വറ്റൽമുളക് നടുവേ മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം കറിവേപ്പില. നമ്മളിപ്പോൾ കറിവേപ്പില ഒരുപാടായി ഇടുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ കറിവേപ്പിലയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് കറിവേപ്പില ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലാത്ത ഇത്രയൊന്നും ഇടണ്ട. അതിനുശേഷം വറുത്തത് നന്നായി മൂത്തതിന് ശേഷം അത് നമ്മൾ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്ത് 2 സെക്കൻഡും കൂടെ വെക്കുക. അതിന് ശേഷം നല്ല ചൂട് കുത്തരി ചോറിലേക്ക് ഇത് 2-3 പീസ് തൊട്ട് ഞണ്ട് കറിയും കൂട്ടിയിട്ട് ഒരു പിടി. ആഹാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി